ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ രുചിയിൽ ഒരു കിടിലൻ സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. ഇത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ ആവശ്യമാണ്. 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. അതോടെ നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയും ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഒരുപാട് നേരം കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കുഴയ്ക്കാനായിട്ട് ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പാലെന്ന് പറഞ്ഞാൽ നല്ല തിളച്ച പാലാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു കപ്പോളം നല്ല ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എനിക്കിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ടെങ്കിലും 1/4 കപ്പാണ് ഇപ്പോൾ ഞാനിവിടെ നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തൊന്ന് നോക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ ഏതാണ്ട് 1/4 കപ്പ് ഒഴിച്ച് കഴിഞ്ഞപ്പം ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല പാലൊഴിച്ച് കുഴച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊങ്ങി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ബ്രെഡിനൊക്കെ പകരമായിട്ടാണ് നമ്മളിത് ഫില്ലിങ് വെച്ച് കൊടുത്ത് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡൊക്കെ നമ്മളെപ്പോഴും ബ്രെഡ് ഉപയോഗിക്കാതെ ഇതുപോലൊക്കെ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് പരീക്ഷിച്ച് നോക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഒരുപാട് സമയം ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് കുഴച്ചെടുത്ത് നമുക്കിതിനകത്തിന് ഫില്ലിങ് തയ്യാറാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ് ഒന്ന് തയ്യാറാക്കുന്ന ടൈം മാത്രം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ ഇതിപ്പം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്ന ടൈമിൽ പൊട്ടിത്തെറിക്കും, ചൂട് കൂടിയിരുന്നാൽ. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതുപോലെ പേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പം ചെറുതായി അരിഞ്ഞെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 200 ഗ്രാമോളം ചിക്കൻ കാണുവേ. ഇനി ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുത്ത ചിക്കനാണ്. ഇത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ ആ ഓയിലിനകത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്താണ് നമ്മളിത് ചിക്കൻ വരട്ടിയെടുത്തത്. അന്നേരത്തേക്കിനും നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വറ്റൽ മുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ചേർത്ത് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമ്മളിതിപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ വറ്റൽ മുളക് 1 ടീസ്പൂണും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ നമ്മൾ മഞ്ഞൾപ്പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതാണൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വെച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് എണ്ണയിൽ കിടന്നത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
നാരങ്ങയും എല്ലാം കൂടെ കൂട്ടായി ഒന്ന് പിടിച്ച് വരും. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയത്തൊന്നും വെച്ചിട്ടില്ല. ഇത് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുന്ന ടൈം കൊണ്ട് ഇവിടെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു കൗണ്ടർ ടോപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനൊരു നീളത്തിലുള്ള ഷേപ്പിലാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ മാവൊന്ന് 3ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഓരോ ബോളുകളായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി ഇതുപോലെ 3 ബോളുകളാക്കി റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളുകളായിട്ട് എടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണേ. അപ്പോൾ പാലിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് സെസ്മി സീഡാണേ, അല്ലെങ്കിൽ വൈറ്റ് എള്ള്. അപ്പോൾ ഈ വൈറ്റ് എള്ളിലും കൂടെ നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് എള്ള് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. വൈറ്റ് എള്ളിലും കൂടി ഇട്ട് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എല്ലാം കൂടി നന്നായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്കത് പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് മൈദാ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ മാവ് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ നമ്മൾ മുകളിലേക്കും കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് നമ്മൾ നൈസായിട്ട് പരത്തരുത്, നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം. അപ്പം നമ്മൾ ഒരുപാട് നൈസായിട്ട് പരത്താതെ അത്യാവശ്യം തിക്നെസ് ആയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ മൈദ ഇട്ടിരിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ പരത്തിയെടുത്ത ശേഷം നമുക്കിതൊരു നൈഫ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നടുവേ വെച്ച് മുറിച്ചെടുക്കാം. 4ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പം ആവശ്യാനുസരണം ഇതുപോലെ ഓരോ മാവുകളായിട്ട് നമുക്ക് പരത്തി ഇങ്ങനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓയിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. സിമ്മിലിട്ട് കൊടുത്താൽ നമുക്ക് മാവ് പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം 2ഓ 3ഓ നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെയാണോ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എള്ളൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ എള്ളൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. അതുമല്ല കഴിക്കുമ്പോഴും ഒരു വ്യത്യസ്ത രുചി തന്നെയാണ്. നമുക്കിത് ഇഫ്താർ ടൈമിലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തതും അതിനുള്ള ഫില്ലിങ്സും നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ലെറ്റൂസ് ലീഫ്, തക്കാളി, ക്യാരറ്റ്, സവാള ഇതെല്ലാം കൂടി നല്ല വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ചീസും വേണം. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ലിങ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബ്രെഡിലേക്ക് സാൻഡ്വിച്ച് ആയിട്ടൊക്കെ തയ്യാറാക്കുന്നതിന് പകരമായിട്ട് എപ്പോഴും ബ്രെഡിലൊക്കെ ചെയ്യാതെ ഇതുപോലെ മാവൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ തന്തൂരി മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ചീസ് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ വെജിറ്റബിൾസും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ തന്നെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. എന്താണെങ്കിലും വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കിടിലൻ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കനും കൂടെ ഫില്ലിംഗ് ആയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റുള്ള
വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. നല്ല എള്ളൊക്കെ ഇട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ടും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ടും അതുമാത്രമല്ല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ടും ഇത് വളരെയധികം ഹെൽത്തിയുമാണ്. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ അപ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് എന്ന പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പിയാണിത്. സാൻഡ്വിച്ചും ബർഗറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇത് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ കിടിലൻ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന ടൈമിൽ നമുക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുത്ത് അല്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ചൂടോടെ ആണെങ്കിലും ഇനി അല്പം തണുത്താലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടും കുറയത്തില്ല. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റിലുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.